ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് 2 പേർക്കുള്ള ഫുഡ് കൊടുക്കാണ്ട്. അതുപോലെ തന്നെ ഇന്ന് എനിക്കും ജോലി ഉണ്ട് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ കരുളായി പഞ്ചായത്തിലെത്തണം. അവിടെ ഞങ്ങൾ ഹോം ഷോപ്പിന്റെ HSOമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം. അവർക്ക് വേണ്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വേഗം നമുക്ക് ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഒക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അതൊക്കെ വേഗം ചെയ്തു. അപ്പൊ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് ഞാൻ നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തിൽ തന്നെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വീട്ടിലുള്ള ആവശ്യത്തിനുള്ളത് വീട്ടിലത്തെ പാത്രത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കിയത് കുമ്പളങ്ങി പരിപ്പൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ കാബേജും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കി. പിന്നെ മാന്തൾ മീൻ ഉണ്ടായിനി ഫ്രിഡ്ജിൽ, അപ്പൊ അത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഫുഡ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വീട്ടിലത്തെ ഫുഡേ പറ്റുള്ളൂ കേട്ടോ. അവർക്ക് ഹോട്ടൽ ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ നമ്മൾ ഹോം ഷോപ്പിലുള്ള പ്രൊഡക്റ്റ് ആണിത്. ഈ വെളുത്തുള്ളി അച്ചാറും അതേപോലെ തന്നെ ഈത്തപ്പഴ അച്ചാറും, അതും 2 പാക്ക് എടുത്തിട്ടുണ്ടേന്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് ഞാൻ പോയിട്ടോ. അപ്പൊ ഞാൻ പോണ പോക്കിൽ ഫുഡൊക്കെ കൊടുക്കാനുള്ളടത്ത് കൊടുത്തു. പിന്നെ നമ്മൾ HSOമാർക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുക്കല് ഓരോ മാസം 20,000 രൂപന്റെ മുകളിൽ സെയിൽ ചെയ്യണ എല്ലാ HSOമാർക്കും ഗിഫ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ 3 മാസം തുടർച്ചയായിട്ട് 20,000 രൂപക്ക് സെയിൽ ചെയ്യുന്ന HSOമാർക്ക് ഭക്ഷ്യധാന്യ കിറ്റും കൊടുക്കട്ടോ. അങ്ങനെയൊക്കെ ഗിഫ്റ്റും കിറ്റൊക്കെ വാങ്ങി ഒക്കെ നമ്മൾ ടേബിളുമൊക്കെ കൊടുക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങൾ റിവ്യൂ മീറ്റിംഗിൽ ഞങ്ങളെ പ്രസാദ് സാറും സതീഷ് സാറും വന്നിട്ടില്ല. പകരം സുബ്രു സാറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാറ് HSOമാരോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മൾ കരുളായി പഞ്ചായത്തിലുള്ള CDS മിനി സുജേഷ് മാഡം സംസാരിച്ചു. പിന്നെ ഞാനും അനീഷയും ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ HSOമാരോട് പറഞ്ഞു. പിന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കാണ്ടേനി, അങ്ങനെ റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചു. പിന്നെ HSOമാർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവർക്കുള്ള സാലറി ഒക്കെ ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക. അങ്ങനെ സാലറിയും കൊടുത്തു, ഗിഫ്റ്റും ഒക്കെ കൊടുത്തു. പിന്നെ നമുക്ക് ഓഫീസിൽ അടക്കാനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയൊക്കെ സാറിന്റെ കയ്യിൽ കൊടുത്തയച്ചു. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഹോട്ടലിൽ കയറി. നമ്മളെ കുടുംബശ്രീ എന്റെ ഹോട്ടലുണ്ട് അവിടെ, ജനകീയ ഹോട്ടൽ, അവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പൊ ഞാൻ വേറെ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. എല്ലാവരും ഉണ്ടായപ്പോൾ അങ്ങനെ കഴിച്ചു. പിന്നെ നമുക്ക് നമ്മളെ സ്റ്റോക്ക് റൂം കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടേനും, അപ്പൊ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടേനും. ഇതൊരു KCTന്റെ പ്രോഡക്റ്റ് ഇറക്കലുണ്ട് കേട്ടോ, നമ്മൾ മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയൊക്കെ. അപ്പൊ അവരെ വക ഗിഫ്റ്റ് തന്നതാണ്. നമ്മൾ HSOമാരെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് കൂടുതൽ പ്രോഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി സെറാമിക്കിന്റെ കപ്പുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. അല്ലെങ്കിലും അത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ എന്റെ കയ്യിൽ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് വന്ന് ചേരലുണ്ട്. പിന്നെ ഉപ്പാന്റെ അടുത്തൊക്കെ പോയി നമ്മളെ ഐഫക്കുട്ടി ഉപ്പാന്റെ തലയിൽ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.